ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 7. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമധുവർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമിവികമ്പിതാം ബുദ്ധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. ഈ ശ്ലോകം രക്തപ്രവാഹത്തിൽ കുളിച്ച ശരീരത്തോടു കൂടിയ നരസിംഹമൂർത്തി കൊല്ലപ്പെട്ട ഹിരണ്യകശിപുവിനെ ഉപേക്ഷിച്ച് ദൈത്യന്മാരേനെയൊക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങി. പ്രപഞ്ചത്തിൽ ഭൂമി കറങ്ങാൻ തുടങ്ങി. സമുദ്രങ്ങളൊക്കെ ഇളകി മറിഞ്ഞു. പർവ്വതങ്ങൾ കുലുങ്ങി. നക്ഷത്രങ്ങളൊക്കെ തെറിച്ച് വീഴാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കവി വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്കിതിലെ വാക്കുകളുടെ അക്ഷരങ്ങളൊക്കെ എങ്ങനെ ഉച്ചരിക്കാമെന്ന് നോക്കാം. ത്യക്ത്വാ, ത്യ ത്യ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വാ നാവാളതും ഈ രണ്ട് ചിഹ്നങ്ങളും വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. ത്യ എന്നാണ് ഒന്ന്, മറ്റത് ത്വാ. ത്യക്ത്വാ. ത എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. തം ഹതം ആശു ഹതമാശു രക്തലഹരി. ത ഇവിടെ അതേപോലെ തന്നെ കാ ത എന്നാണ്, ഊന്നണ്ട. രക്തലഹരി സിക്തോന്ന മധുവർഷ്മണി, അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ് ഇത്. സിക്തോ ഇവിടെ അതേപോലെ തന്നെ കാ ത എന്നാണ്, ഊന്നണ്ട. സിക്തോന്ന മദ് വർഷ്മണി, സിക്തോന്ന മദ്വർഷ്മണി അങ്ങനെയും ചൊല്ല. ദ്വ എന്ന് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മദ്വർഷ്മണി അങ്ങനെ ചൊല്ലാം. സിക്തോന്ന മദ്വർഷ്മണി പ്രത്യുത്പത്യ പ്രത്യുത്പത്യ സമസ്ത. സമസ്ത സ്ത എന്നൊക്കെ സാധാരണത്തെ താന്നാണ്. സമസ്ത ദൈത്യപടലീം ച ആഖാദ്യമാനേ ചേർത്തിട്ട് ചാഖാദ്യമാനേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വയി ഭ്രാമ്യത് ഭൂമി, ഭ്രാമ്യത് എന്നുള്ളതിൻ്റെ ഭ്രാന്നും ഭൂമി എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയണം. വികമ്പിതാം ബുദ്ധികുലം, ഇവിടെ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വികമ്പിതാം ബുദ്ധികുലം വ്യാലോല ശൈലോത്കരം, ഒന്നിച്ച് ചൊല്ലണം. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചൊല്ലണം. വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത് ഖചരം, പ്രോത്സർപ്പത് സ ത സ എന്ന് ചേർത്ത് ചൊല്ലണം. പ്രോത്സർപ്പത് ഖചരം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, ഒന്നിച്ച് ചൊല്ലണം ആ വാക്ക്. ചരാചരം അഹോ, ചരാചരമഹോ. ദുസ്ഥാം അവസ്ഥാം ചേർത്തിട്ട് ദുസ്ഥാമവസ്ഥാം, ദുസ്ഥാം അങ്ങനെയാണ് ഈ വാക്ക് എഴുതേണ്ടത്. ദുഃഖം എഴുതണ പോലെ ദുസ്ഥാമവസ്ഥാം. ദധൗ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ ദുസ്ഥാമവസ്ഥാം രണ്ട് സ്ഥലത്ത് സ്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദുസ്ഥാമവസ്ഥാം ദധൗ അങ്ങനെ നിർത്താം. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്ന മധുവർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമിവികമ്പിതാം ബുദ്ധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. അടുത്തത് 8ാമത്തെ ശ്ലോകം. താവൻ മാംസവപാകരാളവപുഷം
ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ സർവവിരിഞ്ചവാസവമുഖാ പ്രത്യേകമസ്തോഷത. അപ്പോൾ മാംസം കൊഴുപ്പും രക്തവും ഒക്കെ അണിഞ്ഞ് ഭയങ്കര രൂപത്തോടു കൂടിയവനും കുടൽമാല ധരിച്ച് വല്ലാതെ കോപിച്ച് അങ്ങനെയൊക്കെ സഭയിൽ ഇരിക്കണ നരസിംഹമൂർത്തിനെ പേടിച്ച് ആരും അടുത്തേക്കും കൂടി വന്നില്ല. ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ ഇവരൊക്കെ പേടിച്ചിട്ട് തനിയെ ഭഗവാനെ സ്തുതിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. താവത് മാംസവപാ കരാളവപുഷം. താവൻ മാംസവപാ കരാളവപുഷം. ഇവിടെ വപാന്ന് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ. ഒരു കോമ എന്തെങ്കിലും നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പെൻസിലുണ്ട്. എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് മായ്ച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചൊല്ലും. അത് താവൻ മാംസവപാ എന്ന് കഴിഞ്ഞിട്ടാണ് കരാളവപുഷം. അപ്പോൾ തെറ്റില്ല. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് മായ്ച്ച് കളഞ്ഞാൽ മതി. ഘോര ആന്ധ്രമാലാധരം. ഘോരാന്ധ്രമാലാധരം ചേർത്തിട്ട് ഘോര എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധരം എന്നുള്ളതിൻ്റെ ധാന്നും നന്നായിട്ട് ഊന്നി പറയണം. ത്വാം മധ്യേ ധ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഭമിദ്ധരോഷമുഷിതം. സഭ എന്നുള്ളതിൻ്റെ ഭാന്ന് സഭമിദ്ധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദുർവാര ഗുർവാരവം. അഭ്യേതും ഭ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന ശശാക ക അഭി ചേർത്തിട്ട് കോപി. ഭുവനേ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദൂരെ സ്ഥിത സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭീരവ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സർവേ ഒരു സാന്ന് മതി. വിസർഗം ഇല്ലാതെ ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ഭീരവ സർവേ സർവവിരിഞ്ച വാസവ മുഖാ. അവിടെ ലാസ്റ്റിൽ വിസർഗമുണ്ട്. നീട്ടിയിട്ട് വിസർഗം. മുഖാ എന്നുള്ള അക്ഷരം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിരിഞ്ച എന്നുള്ളതിൻ്റെ ഞ്ച ഞ ച എന്നാണ്. പ്രത്യേകം അസ്തോഷത ചേർത്തിട്ട് പ്രത്യേകമസ്തോഷത. പ്രത്യേകമസ്തോഷത അങ്ങനെ നിർത്താം. താവൻ മാംസവപാ കരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ സർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.